ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഇത് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ ഒരു പാർട്ട് നോക്കാം. അതായത് ഇപ്പോൾ 2022 പുതിയ അപ്ഡേഷൻ അനുസരിച്ച്, അതായത് വലിയ അപ്ഡേഷൻസ് ഒന്നും സ്പീക്കിങ്ങിൽ വന്നിട്ടില്ല. എന്നിരുന്നാലും ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ അല്ല ചെയ്യുന്നത്. അതായത് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഇൻട്രഡക്ഷനും ഒരുപോലെ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം മൈ നെയിം ഇസ് രശ്മി രാജൻ, വൺ ഓഫ് 3 സ്റ്റേറ്റ് നഴ്സസ് വർക്കിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി സെൻറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലിനിക്കോ ഹോസ്പിറ്റലോ അങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. ബട്ട് ഇപ്പോൾ അതിൻ്റെ സിസ്റ്റം മാറ്റി ഇപ്പോൾ അത് പുതിയ രീതിയിലാക്കി. അതായത് അക്കോർഡിംഗ് ടു സിനാരിയോ വി ഹാവ് ടു പ്രസൻറ്റ് ദ ഇൻട്രഡക്ഷൻ. അതൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. അത് കുറച്ച് നാൾ മുമ്പ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് അതിന് മുമ്പ് എക്സാം എഴുതിയവരാണ് അതിപ്പോഴും നമ്മൾ രണ്ടാമത് എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു കേസ് നോട്ട് എടുത്തിട്ടുണ്ട്. ഈ കേസ് നോട്ട് വിപ്ലാഷ് ഇഞ്ചുറി, നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാവുന്ന ഒരു കേസ് നോട്ട്, ഒരു സിനാരിയോ ആയിരിക്കും. ഒരു വിപ്ലാഷ് ഇഞ്ചുറി നടന്നു കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ്, ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻ്റാണ്. അപ്പോൾ ആ പേഷ്യൻ്റിനടുത്ത് ഇടയ്ക്ക് നമ്മുടെ ഒരു കോൺവെർസേഷൻ, ഒരു ചെറിയൊരു 5 മിനിറ്റ് കോൺവെർസേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കുക. അതായത് ഓരോ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസും അത് നമ്മൾ ഒത്തിരി ഇംഗ്ലീഷ് അറിയത്തില്ല, നമ്മളൊരു മിഡിൽ ലെവലിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് കുറേ പേർക്കൊരു ഡൗട്ട് കാണും. സോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് റെഡിമെയ്ഡായിട്ട് ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് പേഷ്യൻ്റെ സിനാരിയോ ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് ജസ്റ്റ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ സിമ്പതി, എമ്പതി, കുറച്ച് പൊളൈറ്റ്നസ്, ഈ 3 കാര്യങ്ങളോട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബി സ്കോർ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ വായിച്ച് നോക്കാം. നമ്മളൊരു കേസ് നോട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ. ഈ കേസ് നോട്ടിൽ ആദ്യം തന്നിരിക്കുന്നത് സെറ്റിങ്സ് ആണ്. ആ സെറ്റിങ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ എന്താണ് സെറ്റിങ്സ്, ആ സെറ്റിങ്സിൽ നിങ്ങൾ ഇൻവോൾവ് ആകുക. സോ ഇവിടെ നമ്മൾ നോക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ്സ് എ ലോക്കൽ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ബട്ട് നമ്മൾ ഈ നഴ്സിൻ്റെ ആ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പാർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇൻട്രഡക്ഷൻ പാർട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് സിനാരിയോ, അത് ഏത് സമയത്ത് ഏത് സിറ്റുവേഷൻ, അത് നിങ്ങൾ നോൺ കേസ് ആണോ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയത്തില്ലാത്ത പേഷ്യൻ്റ് ആണോ, അതോ നിങ്ങൾ കുറേ നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണോ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും എന്ത് ചെയ്യും, ആ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്ത് ടാസ്കിലേക്ക് പോകും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ രീതി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് ഓക്കെ ആയിരുന്നു, ബട്ട് ഇപ്പം അത് ഓക്കെ അല്ല. കാരണം നിങ്ങൾക്ക് ബി സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സിനാരിയോ അനുസരിച്ച് തന്നെ ടാസ്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഇൻട്രഡക്ഷൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുത്തും. സോ ഈ കേസ് നോട്ടിലാണെങ്കിൽ ഇപ്പം നമ്മുടെ നേഴ്സിന് കൊടുത്തിരിക്കുന്നതിന് നേരെയുള്ള പാരഗ്രാഫ് വായിച്ച് നോക്കാം. This 35 years old patient was involved in a car accident earlier today. സോ ഏർലിയർ ടുഡേ, ഇന്നത്തെ ദിവസം തന്നെ നേരത്തെ ആക്സിഡൻ്റ് ആയ പേഷ്യൻ്റാണ്. ആൻഡ് ഈസ് നൗ സഫറിങ് ഫ്രം എ ഹെഡേക്ക് ആൻഡ് വിപ്ലാഷിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇഞ്ചുറി ടു ദ cervical spine. He or she is being kept in the hospital for observation but is expected to be discharged later in the day. സോ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി. പേഷ്യൻ്റ് ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണ്. തന്നെയാണ് പേഷ്യൻ്റ് ഇപ്പോഴും. പേഷ്യൻ്റ് അണ്ടർ ഒബ്സർവേഷൻ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്, നിങ്ങൾ പേഷ്യൻ്റായിട്ട് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഇനി നിങ്ങൾ പോയി പേഷ്യൻ്റെ അടുത്ത് പോയി എൻ്റെ പേര് ഇതാണ്, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാനാണ് ടേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ഒബ്സർവേഷൻ ബട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഡിസ്ചാർജ് ലേറ്റർ ഇൻ ദ ഡേ. സോ ഇന്ന് തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റിൽ പേഷ്യൻ്റ് തന്നെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സിനാരിയോ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഹോസ്പിറ്റലിലെ ERലാണ് ഈ പേഷ്യൻ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളാണ് പേഷ്യൻ്റ് റിസീവ് ചെയ്തത്. പേഷ്യൻ്റ് ഓൾറെഡി ഒബ്സർവേഷനിലാണ് കിടത്തിയിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് പേഷ്യനെ കാണാൻ പോകുന്ന സിനാരിയോ ആണ് ഇവിടെ. അല്ലാതെ ഇവിടെ വേറെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ചിലതിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തിനു വേണ്ടിയാണ് നിങ്ങളിപ്പോൾ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്നത്, ഏതെങ്കിലും ഒബ്സർവേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യാനോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യാനോ, ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ, ഡിസ്ചാർജിൻ്റെ കാര്യം പറയാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പേഷ്യൻ്റ് പിന്നീടാണ് ഡിസ്ചാർജ് ആകുന്നത്, എപ്പോഴാണെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. ഓക്കെ, ഇത്രയും ഒരു സിനാരിയോയുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഇനിയാണ് നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ വായിച്ച് നോക്കാൻ വേണ്ടി. ടാസ്ക് വായിക്കുമ്പം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്ത് പോവുക. നിങ്ങളുടെ റിയൽ റോൾ പ്ലേയിൽ നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ ജസ്റ്റ് ടിക്കിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്കത് ഓവർലാപ്പിംഗ് വരാതിരിക്കാനും റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് ഓർഡറിനനുസരിച്ച് ചോദിക്കണമെന്നൊന്നുമില്ല. അവർ ചിലപ്പം ഓർഡർ തെറ്റിയായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും. ആ സമയത്ത് നിങ്ങളത് വായിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരും. നിങ്ങളുടെ കോൺവെർസേഷനിൽ റെക്കോർഡിംഗ് സെക്ഷനിൽ ഗ്യാപ്പ് വരുമ്പം അത് നിങ്ങളുടെ പ്രസൻറ്റേഷന് കുറച്ചൊന്ന് അഫക്റ്റ് ആവും. സോ നമ്മളിപ്പം ടാസ്ക് നോക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് വാട്ട് എ പേഷ്യൻറ്റ് തിങ്സ്
are the reasons why he or she is being kept in the hospital. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ജസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ കാഷ്വലായിട്ടൊന്ന് കാണുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് റോൾ പ്ലേ ഹൗ മേ അഡ്രസ് ചെയ്യും നമ്മൾ ആദ്യമേ ചോദിക്കുക. എക്സാമ്പിൾ, പേഷ്യൻ്റെ പേര് മരിയ എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചെല്ലുമ്പോൾ തന്നെ എങ്ങനെ ഫസ്റ്റ് ടാസ്ക് നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. സോ ഫൈൻഡ് ഔട്ട് വാട്ട് ദ പേഷ്യൻ തിങ്സ് ആർ ദ റീസൺ വൈ ഹി ഓർ ഷീ ഈസ് ബീയിങ് കെപ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്കിപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് മരിയ, how are you feeling now? Are you okay? Do you have anything to be clarified? അല്ലെന്നുണ്ടെങ്കിൽ is there anything is bothering you? അത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാഷ്വൽ ടോക്ക്. നമ്മളെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, പേഷ്യൻ്റെ പേര് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം. സോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, കാരണം ലേറ്റർ ഇൻ ദ മോർണിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ മരിയ, ഹൗ ആർ യു ഫീലിംഗ് നൗ? ആർ യു ഓക്കെ? ഇസ് ദർ എനിത്തിങ് ബോദറിങ് യു? അത് സിമ്പിളായിട്ട് ചോദിക്കുക. അപ്പോൾ പേഷ്യൻ്റ് പറയും, യെസ് സിസ്റ്റർ, ആക്ച്വലി ഐ ആം കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ ആം സ്റ്റേയിങ് ഇൻ ദിസ് ഹോസ്പിറ്റൽ, ഫോർ വാട്ട് ഐ എം സ്റ്റിൽ ബി ഹിയർ. അങ്ങനെ പേഷ്യൻ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് നമ്മളത് പറയേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ടാസ്കിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന അഡ്വൈസ് ദ പേഷ്യൻ്റ് ഓൺ ദ റീസൺ ഫോർ ടേക്കിംഗ് ആൻഡ് കണ്ടിന്യൂയിങ് ടു ടേക്ക് മെഡിക്കേഷൻ ആൻഡ് വേസ് ഓഫ് മാനേജിങ് ദ പെയിൻ വൺസ് ഹി ഓർ ഷീ റിട്ടേൺസ് ഹോം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പറയാൻ പറ്റുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പേഷ്യൻ്റ് പറയുവാണ്, സിസ്റ്റർ ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എനി സൈൻസ് ഓഫ് ബ്രോക്കൺ ബോൺ ഓർ കട്ട് ഓർ ബ്രൂസസ് ഇൻ മൈ ബോഡി. ദെൻ വൈ ഐ ആം ഇൻ ദിസ് ഹോസ്പിറ്റൽ ഫോർ ലോങ് പീരിയഡ്. അപ്പോൾ നമുക്ക് പറയാം, വെൽ മരിയ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ട്രൂലി യുവർ കൺസേൺസ്. നോ നീഡ് ടു വറി. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ബിക്കോസ് യു ഗോട്ട് ആക്സിഡൻറ്റ്. So I hope you can, I believe you can remember that what happened in the early morning. You met with an accident, and for that your concerned physician advised for 24 hours observation in this emergency department. ജസ്റ്റ് നമ്മൾ അത്രയും പറഞ്ഞാൽ മതി. 24 hours ഒരു ഒബ്സർവേഷന് വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ബട്ട് അതിനകത്ത് ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പറയണം. ബട്ട് അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്ത് പറയുന്നതാണ്. ഐ ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ മരിയ, നോ നീഡ് ടു വറി. ആഫ്റ്റർ യുവർ ആക്സിഡൻറ്റ് യുവർ കൺസേൺ ഫിസിഷ്യൻ അഡ്വൈസ്ഡ് ഫോർ 24 hours ഒബ്സർവേഷൻ ഫോർ യു. ദാറ്റ്സ് വൈ യു ആർ ഹിയർ. അത്രയും നമ്മൾ പറഞ്ഞാണ് നിർത്താം. അപ്പം പേഷ്യൻ്റ് ചോദിക്കുകയാണെന്നുണ്ട്, വൈ യു ആർ ബീയിങ് ഗിവൻ മെഡിക്കേഷൻ. സോ അവിടെ കട്ടോ ബ്രൂസസോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ മെഡിക്കേഷൻസ് കൊടുക്കുന്നതെന്ന് അപ്പോൾ പേഷ്യൻറ്റ് ചോദിക്കും. അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്. കാരണം പേഷ്യൻറ്റ് സ്റ്റിൽ മേ ബി പേഷ്യൻറ്റിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കാൻ അഡ്വൈസ് പേഷ്യൻ ഓൺ ദ റീസൺ ഫോർ ടേക്കിംഗ് ആൻഡ് കണ്ടിന്യൂയിങ് ടേക്കിംഗ്. ഇവിടെയാണ് അതിൻ്റെ ആൻസർ പറഞ്ഞത്. വേസ് ഓഫ് മാനേജിങ് ദ പെയിൻ വൺസ് ഹി ഓർ ഷീ റിട്ടേൺസ് ഹോം, ലൈക്ക് ഓക്കെ ആഫ്റ്റർ ദ ഡിസ്ചാർജ്. അതായത് ഇവിടെ തന്നെ നമ്മൾ കുറച്ച് മാനേജ്മെൻറ്റും കൂടെ പറയുവാണ്. ഇവിടുന്ന് ഞങ്ങൾ മെഡിക്കേഷൻസ് തരും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റ് കംപ്രഷനോ ഐസ് കംപ്രഷൻസോ അല്ലെങ്കിൽ അനാൽജസിക്സ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ നെക്ക് കോളാർസോ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മതി എന്നാണ് അവരവിടെ പറയുന്നത്. അപ്പോൾ നമുക്കവിടെ പറയാൻ പറ്റുന്നെങ്കിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, യെസ് മിസ് മരിയ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു വാട്ട് ഇസ് ദ റീസൺ ഫോർ യുവർ മെഡിക്കേഷൻ. ഇഫ് ഐ എം നോട്ട് റോങ് സ്റ്റിൽ യു ആർ ഇൻ പെയിൻ റൈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പേഷ്യൻറ്റ് പറയണത്, യെസ് ഐ ഹാവ് ഹെഡ് ഏക്ക് ആൻഡ് നെക്ക് പെയിൻ. അപ്പോൾ നമുക്ക് പറയാം, യെസ് ഫോർ ദാറ്റ് ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് യു ഫോർ pain medications, and once after your discharge you can continue with the oral pain medications, and അല്ലെങ്കിൽ നമുക്ക് as well as you can apply ice pack or hot pack, or even you can apply the neck collar to relieve the same pain. If you're still on pain after discharge, you can go for all these managements. Do you think you can do that? എന്ന് നമ്മളോട് ചോദിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ ചോദിക്കുന്നതാണ്. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് ചോദിക്കാം. ആർ യു വില്ലിംഗ് ടു ഡു ദാറ്റ് നമുക്ക് ചോദിക്കാം. വെദർ യു ക്യാൻ ഫോളോ ദാറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ചോദിക്കുന്നു. അപ്പോൾ ഇനി ഓരോ പോയിൻറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴും പേഷ്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നിങ്ങളൊരു ഗ്യാപ്പ് കൊടുക്കരുത്. എപ്പോഴും നിങ്ങളായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളായിരിക്കണം എൻഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് പേഷ്യൻറ്റ് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു റോൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചോദിക്കാനുള്ള നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഡിസ്കസ് ദ ബെസ്റ്റ് കെയർ പ്രാക്ടീസസ് ഫോർ ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ലീവ്സ് ദ ഹോസ്പിറ്റൽ. ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് കൺസൾട്ടിങ് എ ഫിസിയോതെറാപ്പിസ്റ്റ് അബൌട്ട് എക്സസൈസ് ആൻഡ് റിലാക്സേഷൻ എക്സസൈസ് ടു ലൂസൺ അപ്പ് ദ ജോയിൻറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട്, പേഷ്യൻ്റ് എന്തോ ചോദിച്ചു, അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ഈ പറയണത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, മരിയ ഡു യു ഹാവ് എനി അതർ കൺസേൺ നമുക്ക് ചോദിക്കാം. അപ്പോൾ പേഷ്യൻറ്റ് പറയുവാണ്, ഐ വോണ്ട് ടു ഗോ ബെറ്റർ, ഐ ഹാവ് ടു ഗെറ്റ് ബെറ്റർ ഇൻ ദ ഷോർട്ട് time period. Ask a physiotherapy will shop. പുള്ളിക്കകത്ത് ചോദിക്കുവാണ്, ഐ ജസ്റ്റ് വാണ്ട് ടു നോ അബൌട്ട് ദ ഫിസിയോതെറാപ്പി, വെദർ ഇഫ് ഐ അപ്രോച്ച് ദ ഫിസിയോതെറാപ്പിസ്റ്റ് മേ ബി ഐ വിൽ ഗെറ്റ് വെൽ സൂൺ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമുക്ക് പറയാം, ഐ അപ്രീഷിയേറ്റ് യുവർ കൺസേൺ മിസ് മരിയ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വാണ്ട് ടു ഗെറ്റ് വെൽ സൂൺ.
it is a good idea. Actually, after going home, you can approach one physiotherapist so that he or she can explain you or can help you to do the exercises and relaxation exercises, so which will be loosen up your joints and you can get well soon. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യുവർ ഡോക്ടർ സോ ദാറ്റ് ഹി ക്യാൻ അറേഞ്ച് എ ഫിസിയോതെറാപ്പി ഫോർ യു who will come and meet you at your home എന്ന് വേണമെങ്കിൽ നമുക്കൊരു സജഷനായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതവിടെ തീർന്നു. അത് കഴിഞ്ഞ് നമുക്ക് പറയേണ്ടത് എക്സ്പ്ലെയിൻ ദാറ്റ് യു കനോട്ട് ബി ഷുവർ ഹൗ ലോങ് ദ പേഷ്യൻ വിൽ ടേക്ക് ടു റിക്കവർ ഫുള്ളി. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്. പേഷ്യൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഫിസിയോതെറാപ്പി സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. അപ്പോൾ നമ്മളൊരു സജഷൻ കൊടുക്കുവാണ്, ഫിസിയോതെറാപ്പിസ്റ്റിനെ ഞങ്ങൾ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ പേഷ്യൻ്റ് ഓഫ് കോഴ്സ് എന്നൊരു ആൻസർ പറയുമല്ലോ, ഇറ്റ് വിൽ ബി അപ്രീഷിയേറ്റഡ് സിസ്റ്റർ ഇഫ് യു ഡു ദാറ്റ്. അപ്പം പേഷ്യൻ്റ് ചോദിക്കുവാണ് ഹൗ ലോങ് ഹൗ ലോങ് ഐ ഹാവ് ടു സ്റ്റേ ഹിയർ, അല്ലെങ്കിൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ മൈ കംപ്ലീറ്റ് റിക്കവറി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടത് യു ക്യാനോട്ട് ബി ഷുവർ ഹൗ ലോങ് ദ പേഷ്യൻറ്റ് വിൽ ടേക്ക് ടു റിക്കവർ ഫുള്ളി, ബിക്കോസ് അത് നമ്മുടെ സ്കോപ്പ് ഓഫ് സർവീസ് അല്ല, അത് ഡോക്ടേഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് സർവീസ് ആണ് എത്രമാത്രം ടൈം പീരീഡ് എടുക്കും റിക്കവറിക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ് സെൻറ്റൻസ് പറയേണ്ടത്. I am so sorry to tell you, Miss Maria, this is not my scope of service to tell you regarding the recovery period. When your doctor will come for the next round, of course, he will help you with that. You can ask your question so that he will answer for your question. അത്രയും പറഞ്ഞ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കംപ്ലൈങ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എക്സസൈസ് പ്രോഗ്രാം. അപ്പോൾ ഇതുകൊണ്ടും രണ്ടും ജോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം, ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, ഇഫ് യു ഫോളോ ഓർ ഇഫ് യു ആർ കംപ്ലൈൻഡ് വിത്ത് ഓൾ അവർ അഡ്വൈസസ് ആൻഡ് ദ മെഡിക്കേഷൻ അലോങ് വിത്ത് ദ എക്സസൈസ് പ്രോഗ്രാം വിച്ച് വിൽ ബി ഗിവൺ ബൈ ദ ഫിസിയോതെറാപ്പിസ്റ്റ്, ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് വെൽ സൂൺ വിത്തൗട്ട് എനി ഡിലേ. അതാണ് നമ്മളവിടെ പറയേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾ ഈ മെഡിക്കേഷൻസും റെസ്റ്റും ഫിസിയോതെറാപ്പി സെക്ഷൻസും എല്ലാം കറക്റ്റ് ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് റിക്കവർ ആകും. അത് നമ്മളൊരു റീഅഷുറൻസ് പോലെ കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പറയാം, ഐ എം റീഅഷുറിങ് യു മരിയ, ഇഫ് യു ഫോളോ ഓൾ അവർ അഡ്വൈസസ് എലോങ് വിത്ത് മെഡിക്കേഷൻ ആൻഡ് ഫിസിയോതെറാപ്പി യു വിൽ ബി ഗെറ്റ് വെൽ സൂൺ എന്ന് നമുക്കവരെ പറഞ്ഞു തരണം. അത് കഴിഞ്ഞിട്ടുള്ളത് സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സീക്കിംഗ് മെഡിക്കൽ അഡ്വൈസ് ഇഫ് ദർ ഈസ് എനി ഇൻക്രീസ്ഡ് പെയിൻ ഓർ ഡിസ്കംഫോർട്ട്, നോസിയ, വോമിറ്റിംഗ് ഓർ എനി വിഷൻ പ്രോബ്ലം. അപ്പോൾ അവർ പേഷ്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് അത് വരുന്നത്. അപ്പോൾ പേഷ്യൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇസ് ദർ എനിത്തിങ് എൽസ് ഐ നീഡ് ടു നോ ഓർ വെദർ ദർ വിൽ ബി എനി ആഫ്റ്റർ എഫക്ട്സ് ആഫ്റ്റർ ദിസ് ഇഞ്ചുറി, അങ്ങനെ പേഷ്യൻറ്റ് ചോദിക്കുന്നതിൻ്റെ ആൻസർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഐ ഹോപ്പ് നത്തിങ് വിൽ ഹാപ്പൻ ഡ്യൂറിങ് യുവർ പോസ്റ്റ് ഡിസ്ചാർജ് പീരിയഡ്, ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ I would like to tell you that if you have an increased pain or discomfort, nausea, vomiting or vision problem, please do not hesitate to contact with us as early as possible. ഓക്കെ, അതായത് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നാണ് നമ്മളതിന് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇഫ് യു ഹാവ്, സോ ദിസ് ഇസ് ഫർദർ ഇൻഫർമേഷൻ ആണല്ലോ. സോ I would like to tell you one thing, no, അല്ലെങ്കിൽ for your further information I would like to tell you that if any time after discharge if you feel increased pain or discomfort, nausea, vomiting or any vision problem, നമ്മൾ ലെറ്ററിൽ എഴുതുന്ന അതേ സെൻറ്റൻസ് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ എഴുതുമല്ലോ, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് മീ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറഞ്ഞാൽ മതി, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് ആസ് ഓർ എനി മെഡിക്കൽ ഓർ പ്ലീസ് നോട്ട് ഹെസിറ്റേറ്റ് ടു get medical advice without any delay or as early as possible. അത്രേ ഉള്ളൂ. അതെങ്ങനെ നമുക്ക് ചോദിക്കാം, മിസ് മരിയ ഐ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്. അതെല്ലാം റോൾ പ്ലേക്ക് നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. ഐ ഹോപ്പ് ഐ ഹാവ് cleared all your doubts. Still is there anything to be worried, അല്ലെങ്കിൽ still is there anything to be clarified, or still do you have any other concern? അത് നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള വേയിൽ നമുക്കത് ചോദിക്കാൻ കുഴപ്പമില്ല. അപ്പം പേഷ്യൻറ്റ് പറയണേ നോ ഐ ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺസ്, ജസ്റ്റ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ ടു ഗെറ്റ് ഡിസ്ചാർജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഓക്കെ മിസ് മാരിയ യു ക്യാൻ വെയിറ്റ് ഹിയർ, യു ക്യാൻ ജസ്റ്റ് ടേക്ക് റെസ്റ്റ് ഹിയർ after your observation, once after your observation period, your doctor of course he will come and visit you so that you can ask what are all the questions you have still, and I hope you will get well soon. Thank you for listening me patiently. ഇത്രയും പറഞ്ഞ് നമുക്ക് അവിടെ റോൾ പ്ലേ തീർക്കേണ്ടതേ ഉള്ളൂ. അല്ല എപ്പോഴും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാർഡിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് പ്രസ് ദ ബസർ ഹിയർ ഓർ കോൾ ബെൽ ഹിയർ, ഐ വിൽ കം ആൻഡ് അസിസ്റ്റ് യു. അത് നമുക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് എപ്പോഴും പറയേണ്ടത് ഗെറ്റ് വെൽ സൂൺ നമുക്ക് പറയാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഗെറ്റ് വെൽ സൂൺ പറഞ്ഞിട്ട് നമുക്ക് ആ സിനാരിയോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതൊരു സിമ്പിൾ റോൾ പ്ലേ ആണ്. എല്ലാവരും എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു
റോൾ പ്ലേ ആണ്. ബട്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ സ്റ്റൈലിൽ നിങ്ങൾ പോകരുത്. ആദ്യമേ തന്നെ ഐ എം രശ്മി രാജൻ, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ദിസ് എമർജൻസി ഹോസ്പിറ്റൽ, ഹൗ മേ അഡ്രസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റോൾ പ്ലേക്ക് മീനിങ് ഇല്ലാതായി പോകും. കാരണം പേഷ്യൻറ്റ് രാവിലെ മുതൽ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നതാണ്. നമ്മൾ ഇത്രയും നേരമായിട്ട് പേഷ്യൻറ്റിനെ കണ്ട് മെഡിസിൻസും കൊടുത്ത് ഡോക്ടേഴ്സിന് റൗണ്ട്സ് അറ്റൻഡ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് പിന്നെയും നമ്മൾ പേഷ്യൻ്റെ പേര് ചോദിക്കുന്നു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാഷ്വലായിട്ട് നമ്മൾ പോകുമ്പം സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് 5 minute ഡിസ്കഷൻ മാത്രമാണ് ഇവർ ഈ ഒരു സിനാരിയിൽ എടുത്തിരിക്കുന്നത്. സോ ജസ്റ്റ് കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ പേഷ്യൻ്റ് അടുത്താണ് സംസാരിക്കുന്നത്. നമ്മൾ ഇൻ്റർലോക്യൂട്ടറിനടുത്ത് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരെന്നാലും ഒന്നിനും വഴക്ക് പറയാൻ പോവോ അല്ലെങ്കിൽ അത് തെറ്റാണ്, അതിനെന്താ അങ്ങനെ പറഞ്ഞതെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അത് റെക്കോർഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ വാലുവേഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർലോക്യൂട്ടറിനടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഒത്തിരി ടെൻസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് നമുക്കൊരു പാനിക് ഉണ്ടാവും. ഓഫ് കോഴ്സ് അത് എക്സാം ആണ്, സോ നമുക്കൊരു പാനിക് ഉണ്ടായിരിക്കും. ബട്ട് എന്നാലും അത് മാക്സിമം നിങ്ങളതൊന്ന് ഹൈഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി സ്പീഡായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളവിടെ നമ്മുടെ പാനിക് അവിടെ കാണാൻ പറ്റും. എനിവേ നമുക്ക് 5 minutes ഉണ്ട്. ഫസ്റ്റ് റോൾ പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് 5 minutes കിട്ടും. സെക്കൻഡ് റോൾ പ്ലേ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകണം. മിക്കവർക്കും ആ 5 minutesനുള്ളിൽ ആ റോൾ പ്ലേ തീർക്കാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നിരിക്കുന്ന ടാസ്കിനേക്കാളും ഔട്ട് ഓഫ് ടാസ്ക് നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കും. നമുക്കറിയാവുന്ന കേസസ് ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്ന് ഔട്ട് ഓഫ് ടാസ്ക് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 minutes തികയത്തില്ല. അപ്പോൾ തന്നിരിക്കുന്ന ടാസ്ക് മാത്രം പറയുക, അതിൽ ഔട്ട് ഓഫ് ആയിട്ട് ഒന്നും പറയണ്ട. ഔട്ട് ഓഫ് ആയിട്ട് പറയണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ഐ ക്യാൻ ഫീൽ യുവർ കൺസേൺസ്ന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നോ നീഡ് ടു വറി, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ സിമ്പതി അങ്ങനത്തെ കാര്യങ്ങളും പേഷ്യൻസ് നമ്മുടെ ആ ഒരു പൊളൈറ്റ്നെസ് കാണിക്കുന്ന ആ ഒരു സെൻറ്റൻസ് ഓക്കെ കുഴപ്പമില്ല, നമുക്ക് വേണം. ത്രൂ ഔട്ട് റോൾ പ്ലേ നമുക്ക് ആ പൊളൈറ്റ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മളത് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വിപ്ലാഷ് ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ അത് എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം ആക്സിഡൻ്റ് ആയി, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അതാണ് ഒത്തിരി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് യു നോ ദാറ്റ് യു ഹാവ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്, ദാറ്റ്സ് വൈ വി കെപ്റ്റ് ഹിയർ ഫോർ യു 24 hours ഒബ്സർവേഷൻ. അത്രയും പറഞ്ഞാൽ മതി. കൂടുതൽ എന്നിട്ട് നമ്മൾ ഒന്ന് വിപ്ലാഷ് ഇഞ്ചുറിയെ കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ടാസ്ക് ഒന്നും നമുക്ക് കവർ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അത്രയും ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്ന ടാസ്ക് മാത്രം നിങ്ങളൊന്ന് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ആദ്യമേ ഒരു സിമ്പതി ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും ലാസ്റ്റത്തെ ഒരു ക്ലാരിഫിക്കേഷൻ, ആർ യു ഓക്കെ വിത്ത് ദാറ്റ്, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, ആർ യു വില്ലിങ് ടു ഫോളോ മീ, അല്ലെങ്കിൽ ആർ യു ഫോളോ മീ, ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. നമ്മൾ സജഷൻ കൊടുക്കുന്ന സ്ഥലത്തേ നമുക്ക് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാര്യം അവരുടെ ചോദിച്ചതിന് ആൻസർ പറഞ്ഞിട്ട് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് ഡൗട്ട് ഉള്ളപ്പോൾ നമുക്ക് ചോദിക്കാം, ഡു യു തിങ്ക് യു ക്യാൻ ഡു ദാറ്റ്, അല്ലെങ്കിൽ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് ചോദിക്കാം. സാധാരണ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ആർ യു ഫോളോവിങ് മീ, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഏറെ ഇൻഫർമേഷൻസ് അത് അവർക്ക് ഇനിയും വേണ്ടി വരും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് യുവർ ഡൗട്ട്സ്, ഡു യു തിങ്ക് യു നീഡ് മീ ടു റിപ്പീറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അവർക്ക് ഡൗട്ട് ഉണ്ട്, നമ്മളൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒത്തിരി കണക്റ്റീവ്സ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ വേണം നിങ്ങൾ റോൾ പ്ലേ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി. ഒത്തിരി പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു കുറച്ച് ഒരു 60+ റോൾ പ്ലേസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിവേ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ തന്നെ, നമ്മളത് എല്ലാവരും അത്രയ്ക്ക് എക്സ്പേർട്സ് ഒന്നുമല്ല. സോ അവർ നമ്മുടെ എക്സ്പേർട്ട്നെസ് ഒന്നും അല്ല വാലുവേറ്റ് ചെയ്യണത്. ഒരു പേഷ്യൻറ്റ് നമുക്കൊരു ഫോറിനറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൽ ഒത്തിരി നമ്മൾ ഫാഷനായിട്ട് സംസാരിക്കണം, അത്രയ്ക്ക് സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കണം, അങ്ങനെയൊന്നും ഇതിനകത്ത് പോയിട്ടില്ല. സംസാരിക്കുന്നത് നീറ്റ് വേയിൽ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ഒത്തിരി മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ. പിന്നെ തന്നിരിക്കുന്ന സിനാരിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ തന്നിരിക്കുന്ന ടേംസ്, ആ സെൻറ്റൻസസ് ഒക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ റോൾ പ്ലേ ചെയ്യാവുന്നുള്ളൂ. കാരണം ആ പേപ്പർ നിങ്ങളെ തന്നു കഴിഞ്ഞിട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നൊന്നുമില്ല. റോൾ പ്ലേ ചെയ്യുമ്പം ത്രൂ ഔട്ട് റോൾ പ്ലേ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. സോ ജസ്റ്റ് നോക്കി നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ വെരി ഈസി ടാസ്ക്. ബട്ട് നിങ്ങളതൊന്ന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഈസി ആയിരിക്കും. So we will see you with another one video with the same another one role play with the same model. Okay, until then, bye, take care.